ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ ഭക്ഷണം ഇറങ്ങിച്ചെല്ലുന്ന ആ ട്രാക്കിനെ അലിമെൻ്ററി ട്രാക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ വായിലൂടെ പോകുന്ന ഭക്ഷണം അന്നനാളം, അതുവഴി ആമാശയം, അതുവഴി ചെറുകുടൽ, വൻകുടൽ, അങ്ങനെ അവസാനം മലമായി അത് പുറത്തേക്ക് തള്ളപ്പെടുന്നു. അറിയാതെ അബദ്ധത്തിൽ കുട്ടികൾ വിഴുങ്ങുന്ന കോയിൻ, മുട്ടുസൂചി അതുപോലെയുള്ള വസ്തുക്കൾ വിഴുങ്ങി അകത്തേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെയാണ് അത് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മൾ എൻഡോസ്കോപ്പി സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ ചെല്ലുക. നമ്മളായിട്ട് കൈയിട്ടെടുക്കാനോ അങ്ങനെയൊന്നും മുതിരരുത്. കാരണം ചിലപ്പോൾ ഇത് തൊണ്ടയിൽ തടഞ്ഞിരിക്കുകയാണെങ്കിൽ അന്നനാളത്തിലേക്ക് ഇറങ്ങുന്നതിന് പകരം ചിലപ്പോൾ ശ്വാസകോശത്തിലേക്കൊക്കെ പോയാൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന വലിയ ആപത്തിലേക്ക് കടന്നു ചെന്നേക്കാം. ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് എൻഡോസ്കോപ്പിയുടെ സഹായത്താൽ പുറത്തേക്ക് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. വലിയ ഓപ്പറേഷൻ പോലെയുള്ള ഒരു പ്രൊസീജിയർ ഒന്നുമാണെന്ന് പേടിക്കേണ്ട കാര്യമില്ല. ചെറിയൊരു വിരലിൻ്റെ വലിപ്പമുള്ളൊരു ട്യൂബ് അകത്തേക്ക് എത്തിച്ച് അതുവഴി നമ്മൾ അത് എടുത്ത് മാറ്റുന്നു. കുട്ടികളെപ്പോലെ ചിലപ്പോൾ നമ്മൾ മുതിർന്നവർക്കും ഇതുപോലുള്ള അബദ്ധങ്ങൾ സംഭവിക്കും. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, അതായത് മീനിലോ ഇറച്ചിയിലോ ഒക്കെ അടങ്ങിയിരിക്കുന്ന മീൻ മുള്ള്, ഇറച്ചിയുടെ വലിയ എല്ല് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അകത്തേക്ക് ചിലപ്പോൾ ഭക്ഷണത്തോടൊപ്പം നമ്മൾ വിഴുങ്ങി പോകാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ചെറിയ മുള്ളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തോടൊപ്പം പോകും, ചെറിയ ഇറിറ്റേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ചിലപ്പോഴൊക്കെ അത് ഇറങ്ങിപ്പോകാതെയോ അല്ലെങ്കിൽ ഛർദ്ദിച്ച് പോകാത്ത രീതിയിൽ തൊണ്ടയിൽ തടഞ്ഞിരിക്കും. അങ്ങനെ സംഭവിച്ച വലിയ മുള്ള്, അതായത് കരിമീനിൻ്റെയോ പിലോപ്പിയുടെയോ പോലുള്ള വലിയ ഷാർപ്പായിട്ടുള്ള മുള്ളൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഇതുപോലെയുള്ള എൻഡോസ്കോപ്പി സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ തൊണ്ടയിൽ ഒരു കരിമീനിൻ്റെ മുള്ള് കുടുങ്ങിയ ഒരു പേഷ്യൻറ്റിൻ്റെ ഇമേജാണിത്. അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും എൻഡോസ്കോപ്പി മുഖേന ചെറിയൊരു സെഡേഷനിലൂടെ തന്നെ നമ്മൾ പേഷ്യൻറ്റിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മളത് എടുത്ത് അപ്പോൾ തന്നെ മാറ്റി. കുറച്ച് നേരത്തെ ഒബ്സർവേഷന് ശേഷം പേഷ്യൻറ്റിന് അന്ന് തന്നെ വീട്ടിലേക്ക് പോകാവുന്നതാണ്. പക്ഷെ നമ്മൾ പെരുഭ്രാന്തരാകുകയോ നമ്മൾ കൈയിട്ടെടുക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ ഇത്രയും ഷാർപ്പായിട്ടുള്ള ഒരു മുള്ളാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ രക്തക്കുഴലുകളൊക്കെ പൊട്ടി ബ്ലഡൊക്കെ പോയി ചിലപ്പോൾ വലിയ അപകടം സംഭവിച്ചേക്കാം. അപ്പോൾ അടുത്തുള്ള ഒരു എൻഡോസ്കോപ്പി സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിത്രത്തിൽ കാണുന്ന ഈ ഫിഷിൻ്റെ ബോൺ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെയധികം ഷാർപ്പായിട്ടുള്ള മൂർച്ചയുള്ള ഒരു മുള്ളാണ് അത്. അപ്പോൾ അത് നമുക്കെടുത്ത് മാറ്റി പേഷ്യൻ്റ് വളരെ ഹാപ്പി ആയിട്ട് അന്ന് തന്നെ വീട്ടിലേക്ക് പോയി. ഇന്ന് മെഡിക്കൽ രംഗത്ത് ഒരുപാട് ഇതുപോലുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഒട്ടും പരിഭ്രാന്തരാകേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ വലിയ അപകടങ്ങളിലേക്കൊന്നും കിടക്കാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, നന്നായിട്ട് സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു ഓൾ.